ഒറ്റ നോട്ടത്തിൽ നിങ്ങൾ എന്താ ചിന്തിക്കുന്നതെന്നും നിങ്ങളുടെ മനസ്സിൽ എന്താ ഒളിഞ്ഞിരിക്കുന്നതെന്നും കണ്ടുപിടിക്കാൻ സാധിക്കും. എങ്ങനെയെന്നല്ലേ? മെന്റലിസത്തിലൂടെ. ഇന്ന് മെന്റലിസത്തിനെ കുറിച്ച് കൂടുതൽ പറയാൻ നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. വേറെ ആരുമല്ല, മെന്റലിസ്റ്റ് സൂര്യ. അപ്പൊ സൂര്യ, വെൽക്കം ടു ഫോക്സ് മീഡിയ. ഓക്കെ, നമ്മളിപ്പോ മെന്റലിസം അല്ലെ, മെന്റലിസം ആണ്. അപ്പൊ ശരിക്കും മെന്റലിസം പറഞ്ഞാൽ എന്താണ്? മെന്റലിസം എന്ന് പറയുന്നത് ഒരാളുടെ മൈൻഡ് റെഡി, നമ്മൾ ഈ റീലൊക്കെ കാണുന്നത് പോലെ തന്നെ ഒരാളുടെ മൈൻഡ് റെഡി ക്രഷിന്റെ പേര് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്ന ഒരു നമ്പർ കണ്ടുപിടിക്കുക, ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതാണ് മെന്റലിസം. അതായത് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ ഓരോ ഫേഷ്യൽ എക്സ്പ്രഷൻസ് അത് വെച്ചും അതും മാജിക്കിന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനും കൂടിയാണ് മെന്റലിസം. ഇത് രണ്ടും എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുള്ളൊരു വേർഷനാണ് മെന്റലിസം. ഈ മെന്റലിസം നമ്മൾ പഠിക്കുകയാണോ അതോ ഓൾറെഡി ഒരാളുള്ളതാണോ ഈ മെന്റലിസം എന്ന് പറയുന്ന ഒരു സാധനം? ആക്ച്വലി അതൊരു കഴിവല്ല, ഒരു ആർട്ട് ഫോമാണ്. മെന്റലിസം എന്ന് പറയുന്നത് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ആർട്ട് ഫോമാണ്. നമ്മൾ ഈ ഡാൻസ്, പാട്ട് അതൊക്കെ പോലെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ആർട്ട് ഫോമാണ്. പക്ഷെ ഈ പാട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് ഒരു ഇതുള്ളതാണ്. ഇപ്പോ അച്ഛൻ പാട്ടുകാരനാണെങ്കിൽ മക്കൾ പാട്ടുകാർ അതുപോലെ. പക്ഷെ ഇതങ്ങനെയല്ല, നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ആർട്ട് ഫോമാണ് മെന്റലിസം എന്ന് പറയുന്നത്. നമ്മുടെ പ്രസന്റേഷൻ കാര്യങ്ങളൊക്കെ എത്ര ബ്യൂട്ടിഫുൾ ആവുന്നോ അതിനനുസരിച്ച് ഇപ്പോൾ മെന്റലിസത്തിന്റെ പെർഫോമൻസും